ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ പായസമാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണിത്. ആഘോഷവേളകളിലും അല്ലെങ്കിലും നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഹലോ ഫ്രണ്ട്സ്, ചെറുപയർ 1 കപ്പ് 200 ഗ്രാം എടുക്കുക. ഓർക്കുക, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തൊലിയോട് കൂടിയ ചെറുപയറാണ്. സ്കിന്നില്ലാത്ത ചെറുപയർ പരിപ്പല്ല. ചെറുപയർ നന്നായി കഴുകി ഒരു മീഡിയം ഓർ ലാർജ് സൈസ് പ്രഷർ കുക്കറിലേക്ക് എടുക്കുക. 4 കപ്പ് ഏകദേശം 800 മില്ലി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ കൂടി കേൾക്കണം. ഇനി നമുക്ക് തീ അണച്ച് കുക്കർ മാറ്റി വെക്കാം. അതിൻ്റെ ഉള്ളിലെ ആവി കളയരുത്. ആ പ്രഷറിലിരുന്ന് നന്നായി വേവട്ടെ. പയറ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാനും തുടങ്ങാം. ഒരു 350 ഗ്രാം ശർക്കര എടുത്ത് അതിനെ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കാം. ഒരു പാനിലേക്ക് കഷ്ണങ്ങളിട്ട് 100 മില്ലി വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നീട് തീ ലോ ഫ്ലെയിമിലേക്ക് കുറയ്ക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. മൊത്തം അലിഞ്ഞു കഴിയുമ്പോൾ തീ അണയ്ക്കാം. ഇനി കുക്കർ തുറന്ന് പയർ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വേറെ പാനൊന്നും എടുക്കണ്ട, കുക്കറിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുക്കർ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി തുടങ്ങാം. ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇപ്പോൾ ചേർക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഈ ശർക്കരയും പയറും കണ്ടിന്യൂസ് ആയി ഇളക്കി വരട്ടിക്കൊണ്ടിരിക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇപ്പം തന്നെ ഒന്നൊന്നായി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഏലക്കത്തരികൾ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചുക്ക് ചതച്ചതും ആഡ് ചെയ്യാം. ഇനിയാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആഹാ, നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. കാഷ്യൂ നട്ട്സ് എല്ലാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും അരിഞ്ഞെടുക്കുക. കുക്കിങ്ങിനിടയ്ക്ക് നേരത്തെ തന്നെ ഇത് ചെയ്ത് വെക്കാവുന്നതാണ്. ചെറിയൊരു ഡിഷ് എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായ ശേഷം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കാഷ്യൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വറുത്തെടുക്കുക. കിസ്മിസ് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി തീ അണച്ചിട്ട് ഈ കൂട്ട് നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. ഏത് പായസത്തിനും രുചി കൂട്ടി കൊടുക്കുന്നത് ഇതാണ്. നെയ്യ്, കാഷ്യൂ, തേങ്ങാക്കൊത്ത്, കിസ്മിസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. നോ റെസ്ട്രിക്ഷൻ. ശർക്കര കൂടുന്നതനുസരിച്ച് മധുരവും കൂടും. ഓർക്കുക, ഷുഗർ പോലെ തന്നെ ശർക്കരയും നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂട്ടും. ഇനി തേങ്ങാപ്പാൽ ചേർക്കുന്ന വിധം. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ 2 ടൈപ്പിൽ ഇത് കിട്ടും. കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ പൗഡർ. നമുക്ക് ഏകദേശം ഒരു 400-450 മില്ലി തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ പാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ നിങ്ങൾക്ക് പാലുണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു തേങ്ങ മുഴുവനും എടുക്കണം. ഒന്നുകിൽ അത് മുഴുവനും ചിരകിയെടുക്കാം, അല്ലെങ്കിൽ ബലമുള്ള ഒരു നൈഫ് വെച്ചിട്ട് വലിയ കഷ്ണങ്ങളായി ചിരട്ടയിൽ നിന്നും തേങ്ങ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിനായിട്ട് ചെറിയ ജാറാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ജാറിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇനി പൾസ് ചെയ്തെടുത്ത ഈ തേങ്ങ വലിയ ജാറിലേക്ക് ഇട്ട് ആദ്യം ഒരു 100 ml വെള്ളം ചേർത്ത് അരച്ചു തുടങ്ങാം. ഇടയ്ക്ക് ഒന്ന് നിർത്തി 100 മില്ലി വെള്ളം കൂടി ആഡ് ചെയ്ത് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് സ്റ്റെയിനർ വെച്ച് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത ആ തേങ്ങാപ്പീരയിലേക്ക് 200 മില്ലി വെള്ളം ആഡ് ചെയ്ത് മിക്സിയിൽ ഒന്നുകൂടെ അരച്ചെടുക്കുക. ഇതിൻ്റെ പാലും നമുക്ക് ബൗളിലേക്ക് പിഴിഞ്ഞെടുക്കാം. ഈ പാല് നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നിങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. മനസ്സും വയറും നിറയ്ക്കുന്ന നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്ത് തുടങ്ങാം. മറ്റു പായസത്തിലെന്ന പോലെ പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഈ പായസവും നമുക്ക് കഴിക്കാം. പായസമില്ലാതെ എന്താഘോഷം അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് വിടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി പാക്കലാം. എൻജോയ്, ടേക്ക് കെയർ, ഗുഡ് ബൈ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ വിഭവം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും റെഡ് ഹാർട്ടും ഇടണേ. താങ്ക് യു. വിഷ് യു ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ.